ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ എടപ്പാൾ നെസ്റ്റോയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. എടപ്പാൾ നെസ്റ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓഫറുണ്ട്, പറഞ്ഞാൽ ഒരുപാട് ഓഫറുണ്ട്. അതേപോലെ തന്നെ കുറേ കാണാനുണ്ട്. അതേപോലെ ഫാമിലിയായിട്ട് വന്നിരിക്കാനാണെങ്കിൽ ഏറ്റവും മുകളിൽ ഒരുപാട് എന്താ പറയുക, നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ ജിമ്മടക്കമുണ്ട് അതിൻ്റെ മുകളിൽ കേട്ടോ. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ശരി, ഊഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതൊക്കെ ഫ്രീ ആണ്. ഈ ഗെയിം കളിക്കണമെന്നാണെങ്കിൽ ഒരു കുട്ടിക്ക് 50 രൂപ വെച്ചിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അതൊക്കെയും ഒരു അധികം റേറ്റ് ഒന്നുമല്ല. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള കളികളും ഉണ്ട് അവിടെ. പിന്നെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ നെസ്റ്റോടെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയി ഇരുന്നിട്ട് ബബിൾ ടീ ആണ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ബബിൾ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര വല്ലാണ്ട് ഇഷ്ടമൊന്നുമല്ല. അത് നല്ല റേറ്റും ഉണ്ട്, പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് 150 രൂപയുടെ ബബിൾ ടീ ആണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഒരു ഓറിയോടൊക്കെ ഒരു ഷേക്കിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു മണിമണി പോലെ അതിലുണ്ടാവും. അതാണിപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ആ ബബിൾ ടീയിലുള്ളത് കേട്ടോ. പിന്നെ ഈ എല്ലാത്തിലും ഞങ്ങൾ ഒരു ഓഫറുകൾ കണ്ടു കേട്ടോ. ഫുഡ് കഴിക്കണം, ഞങ്ങൾ വിഷുവിൻ്റെ അന്നാണ് നെസ്റ്റോയ്ക്ക് പോയിട്ടുള്ളത് കേട്ടോ. വിഷുവിൻ്റെ അന്ന് നെസ്റ്റോയ്ക്കും കറങ്ങി വീട്ടിലെത്തി. പിന്നെ കുട്ടികൾ കമ്പിത്തിരിയും മത്താപ്പൊയ്ക്കും കത്തിച്ച് അങ്ങനെയാണ് വിഷു ആഘോഷിച്ചത്. ഇത് കണ്ടില്ലേ, ഏറ്റവും മുകളിൽ ടെറസ് ഭാഗമാണിത് കേട്ടോ. ലുലുവിൻ്റെ ഏറ്റവും നെസ്റ്റോയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണിത് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് ജിമ്മിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ വീഡിയോസ് എടുക്കാനാണെങ്കിലും ശരി, ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ശരി, ഒരുപാട് ഭാഗങ്ങളുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് അതിൻ്റെ 4 ഭാഗമുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടേക്ക് ഓരോരുത്തരും വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ ഇരുട്ട് കയറുന്ന ടൈം ആയതുകൊണ്ട്, അതായത് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം കൊണ്ട് ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കത്തുന്നതാണ് കേട്ടോ. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽ കിട്ടില്ല കേട്ടോ, ഈ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നെസ്റ്റോടെ ഏറ്റവും ഉള്ളത്. കപ്പിൾസൊക്കെ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അവർ കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ചോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ കണ്ടില്ലേ, ലിഫ്റ്റിൽ വരുമ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുണ്ട്. നമ്മൾ എന്താ പറയുക, സിനിമയിലൊക്കെ കാണില്ലേ, ആ മോഡലാണ് കേട്ടോ. ഇതാണ് ബബിൾ ടീ. ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോഴത്തേനും ബബിൾ ടീ റെഡിയായി. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ലുലുവിൽ വെച്ചിട്ടാണ് ബബിൾ ടീ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട്, പിള്ളേർക്കൊക്കെ ആ ബബിൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞേ മണികളുണ്ടല്ലോ, അതൊക്കെ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമായി. എനിക്ക് അത്ര വല്ലാണ്ട് ഇത്രയും പൈസയ്ക്കുള്ള ഒരു ഇത് തോന്നിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ, കുട്ടികൾക്കാണെങ്കിലും ശരി, വലിയവർക്കാണെങ്കിലും ശരി. അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ നമ്മളും കഴിക്കന്നെ, അതുകൊണ്ട് കഴിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മൾ വീട്ടിലത്തെ ഓറിയോ ഷേക്ക് കുടിക്കുന്ന ആ ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ട്, പിന്നെ ആ ബബിൾ ഉണ്ടെന്ന് മാത്രം, ബബിൾസ് അതിങ്ങനെ ഒന്ന് കഴിക്കാനൊരു രസം, അത്ര എനിക്ക് തോന്നിയുള്ളൂ. ഇച്ചു ഇതേപോലെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കലുള്ളൂ. അവൻ കഴിക്കണ പരിപാടി അവനില്ല കേട്ടോ. എനിക്ക് അവൻ തന്നു, എനിക്ക് ഇൻ്റെ തന്നെ കുടിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ അവൻ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ കഴിച്ചു. ഇപ്പോൾ കണ്ണുകൊണ്ടേക്കും കാണിക്കുന്നുണ്ട്, പക്ഷേ ആ കാണിക്കൽ തന്നെ ഉള്ളൂ കേട്ടോ. കഴിക്കാൻ ഭയങ്കര മടിയവന്. ഗസമോളാണെങ്കിൽ ഐസ്ക്രീമാണ് കഴിച്ചത് കേട്ടോ. അവൾക്ക് ഈ ബബിൾ ടീ ഒന്നും വലിയ ഇഷ്ടമല്ല. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സിയാദ് ഓർഡർ ചെയ്തത് പിസയും അതേപോലെ ലോഡഡ് ഫ്രൈസുമാണ് കേട്ടോ. ലോഡഡ് ഫ്രൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കണ ആ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. ചീസൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒരു ദിവസം ഇടാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോഴൊന്നും വീഡിയോ ഇല്ല, ആ യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോസ് എടുക്കാം കേട്ടോ. അങ്ങനെ എന്താ പറയുക, പിസയും അതേപോലെ ലോഡഡ് ഫ്രൈസും കഴിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ അവനീ പറഞ്ഞതുപോലെ എങ്ങോട്ട് പോയാലും ഫുഡിൻ്റെ കാര്യത്തിൽ
തോന്നണത് പോലെ അതിൻ്റെ ക്യാഷ് ഒന്നും നോക്കില്ല. ഇവിടേക്കും ഫുഡിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. സിയാദിനാണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. പിന്നെ പിസ്സ അത്യാവശ്യത്തിന് വലിപ്പമുണ്ട് കേട്ടോ. ഒരു പിസ്സ തന്നെ ഒരാൾ കഴിക്കാവുന്നതുള്ളൂ. ലോട്ട് ഫ്രൈഡ്സ് അതിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ എല്ലാം ഞങ്ങൾ ഫുഡൊക്കെ പിന്നെ കൊണ്ടുവന്ന് വെക്കേണ്ട താമസം ഞങ്ങളെല്ലാവരും കാലിയാക്കൂട്ടാ. അങ്ങനെ അതൊക്കെയും കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് കേട്ടോ ഒരുപാട് ഓഫറുണ്ട്. പിന്നെ ഈ വഴിക്ക് പോകുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കയറേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഒന്ന് കയറിയിട്ട് ഓഫറും നമുക്ക് കയറി നോക്കണമെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അങ്ങ് കയറി നോക്കി അറിയാം അത്യാവശ്യം ഓഫറുകളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. ഹെസമോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അവൾക്ക് ഫുഡിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അവൾക്ക് അവളുടേതായ കളിയിലാണ് അവൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇവിടെ അത്യാവശ്യം സൗകര്യമുണ്ട് കേട്ടോ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കൗണ്ടറും എല്ലാം ഉണ്ട്. ഞങ്ങൾ പോയത് വിഷുവിൻ്റെ ദിവസമാണ് കേട്ടോ. വിഷുവിൻ്റെ അന്നായതുകൊണ്ട് തന്നെ പായസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെന്താ മസാല ദോശ, സദ്യ അടക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സദ്യ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒക്കെ എല്ലാം ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് കേട്ടോ. ഇച്ചു പിന്നെ പിസ്സ ആയതുകൊണ്ട് ഇച്ചുവിന് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവൻ കഴിച്ചോളും. വേറെ വല്ല ഫുഡൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കൊന്നുമില്ല, ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടിരിക്കും. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നു കേട്ടോ. ഏറ്റവും അടിയിലാണ് എന്താ പറയുക ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു. നല്ല ഓഫർ നോക്കിയിട്ട് തന്നെ എല്ലാവരും എടുക്കണത് കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ തോനെ പൈസയില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ലോണം പൈസ കുറവ് തോന്നി ഞങ്ങൾക്ക്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള എന്താ പറയുക പിസ്സ, അതിൻ്റെ ഫ്യൂസ്, അതേപോലെ എല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളത് എടുത്തു കേട്ടോ. ഇപ്പം മോളെയും കൊണ്ട് ഉമ്മ സാധനങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ മോൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ നടക്കുക ചെയ്തിരുന്നു കേട്ടോ. അവൾക്ക് ഒരു രസം അതിന് കളിക്കൽ. പിന്നെന്താ അതിൻ്റെ പേരൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല, അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഇത് കൊക്കക്കോളയും അങ്ങനത്തെ എന്താ പെപ്സി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ പേരറിയുള്ളൂ. ഇതിൻ്റെ അത്യാവശ്യം പേരുകളൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കോളാക്കുന്നില്ല. എസമോൾക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അവളത് കുടിക്കും കേട്ടോ. ആപ്പിളിൻ്റെ ആണത്, അതുകൊണ്ട് അവൾക്കത് ഇഷ്ടമാണ്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനിനും പിന്നെന്താ ചിക്കന്, അതേപോലെ ബീഫ്, മട്ടൻ ആ കൗണ്ടറുകളിലേക്ക് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഞങ്ങൾ എന്താ പറയുക എല്ലാം വാങ്ങി. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കടകളിലും ഷോപ്പുകളൊക്കെ അപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും മീനൊക്കെ ഫിഷിൻ്റെ ആണെങ്കിലും നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ അങ്ങനത്തെ കറികൾ വേണ്ടവർക്ക് അത് വാങ്ങാൻ ഞങ്ങൾ ഇതൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേനും ഒരുവിധം വിഷു ആയതുകൊണ്ട് തന്നെ തോന്നുന്നു ഒരുവിധം എല്ലാ സാധനങ്ങളും കാലിയാണ് ഫുഡ് കൗണ്ടറിൽ കേട്ടോ. അതായത് ചിക്കൻ, മട്ടൻ അങ്ങനത്തെ കറികളത്തെ അതിൽ. പിന്നെ കേക്കുകൾക്കൊന്നും വലിയ വ്യത്യാസം, റേറ്റ് കൂടുതലാണ് തോന്നി കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് കേക്കിനെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ കേക്കിനൊന്നും ഓഫറുകൾ കണ്ടില്ല കേട്ടോ. പിന്നെ അതാ മട്ടനും ബീഫും പിന്നെ എന്താ പറയുക ആടിൻ്റെ ലിവർ അടക്കമുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ തന്നെ കിട്ടും, പുറത്തുനിന്നും വാങ്ങണ്ട. പിന്നെ ഞങ്ങൾ ബില്ലിടുന്ന തിരക്കില്ല. അപ്പോൾ അവിടെ ആണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് ആൾക്കാർ നിൽക്കണതൊന്നും അങ്ങനെ അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ. പക്ഷെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ബില്ലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. എന്നെ മുടിപ്പിച്ചേ. The real moyo moyo. അതാ പോടും. പറയൂ.
മൂട്ടിൽ വെച്ച് പൊട്ടിക്കാനുള്ളത്. പിന്നെ ഇതൊക്കെയും കത്തിക്കുന്ന സമയമാകുമ്പോഴത്തേന് ഹെസ്മോൾ കരയാൻ തുടങ്ങി കേട്ടോ. അവൾക്ക് പടക്കത്തിൻ്റെ സൗണ്ടൊന്നും വലിയ പിടുത്തല്ല. ലാത്തിരി, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പൂ അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. മേശപ്പൂ ഇഷ്ടമാണ്. പക്ഷെ ആ വാണം ഉണ്ടല്ലോ, പടക്കം പോലത്തെ മൂളിക്ക് പോണത്, അതൊന്നാണ് അവൾക്ക് ഇഷ്ടമില്ലാത്തത് കേട്ടോ. പിന്നെ എല്ലാവരും ഇത് കത്തിക്കുക, പൊട്ടിക്കുക, അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. വിഷു അല്ലേ, വീട്ടിൽ വന്ന് എല്ലാവരും ഡ്രസ്സ് മാറി അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക പടക്കൊക്കെ പൊട്ടിച്ചിട്ട് വിഷു ആഘോഷിച്ചത് കേട്ടോ. പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ പായസവും പാലടയും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. സദ്യ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ സദ്യ ഒന്നും അവിടുന്ന് കഴിച്ചില്ല, ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എടപ്പാൾ കറങ്ങിയതും. എടപ്പാൾ പറഞ്ഞാൽ നമ്മൾ എന്തായാലും അവിടെ പോയി കാണേണ്ട സ്ഥലം. ഒരുപാട് ഓഫറുണ്ട്, അത് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. ഇച്ചുമോന് കാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഈ തീയ പ്രശ്നമല്ലേ പറഞ്ഞിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ നല്ല ഇഷ്ടമല്ലേ വിഷുവിൻ്റെ അന്ന്. പിന്നെ എന്താ പറയുക, നമ്മൾ കേരളീയർക്ക് ഇതൊക്കെ തന്നെയല്ലേ, പടക്കം ഇതൊക്കെ തന്നെയല്ലേ നിർബന്ധമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പരിപാടി. നല്ല ചാട്ടം പിടിച്ചോ, അമ്മായി പിടിച്ചോ. പിടിക്കും. ഫോൺ അടക്ക്. കൊലട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റ് ഇട്ട് വരാം.